ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞുവെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. F-16 യുദ്ധവിമാനം ഉൾപ്പെടെ 10 വിമാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞു. മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ തകർത്ത വേഗത്തിൽ തിരികെ എത്താൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന് നേരെ ഉയരുന്ന ഭീഷണികളെയെല്ലാം പ്രതിരോധിക്കാനുള്ള ശക്തി വ്യോമസേനയ്ക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് തെളിവുകൾ നിരത്തി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് തന്നെ രംഗത്തെത്തിയത്. ചുരുങ്ങിയ സമയം കൊണ്ട് പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. F-16 യുദ്ധവിമാനം ഉൾപ്പെടെ 10 വിമാനങ്ങളാണ് തകർത്തത്. JF-17, C-130 തുടങ്ങിയ വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും. പാകിസ്ഥാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടായിരുന്നു തുടക്കം. 4 റഡാർ സംവിധാനങ്ങൾ, 2 റൺവേകൾ ഉൾപ്പെടെ പ്രത്യാക്രമണത്തിൽ തകർത്തു. A clear directive, clear mandate was given to the Indian Armed Forces, and Indian Air Force was the prime stakeholder in that, in terms of 2 major targets out of the 9 that were chosen towards terrorist camps were given to Indian Air Force to address. And I think the way that whole even went by, the way in the aftermath, that 3 or 4 days of conflict that we had with our western neighbor, it stands as a lesson which will go down in history, that this is one war that was started with a very clear objective, and it was terminated in a quick time without just prolonging it. ശക്തമായ മറുപടി എത്രയും വേഗത്തിൽ നൽകുക എന്നുള്ളതായിരുന്നു സായുധ സേനകൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. അത് വളരെ ഭംഗിയായി നടപ്പിലാക്കാൻ കഴിഞ്ഞു. 300 കിലോമീറ്ററോളം ഉള്ളിൽ കടന്നായിരുന്നു ആക്രമണം. രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നതിന്റെ തെളിവായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു യുദ്ധമോ ആക്രമണമോ തുടങ്ങിയാൽ എത്ര വേഗത്തിൽ അത് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയെ ലോകരാജ്യങ്ങൾ കണ്ടുപഠിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. We are seeing what is happening in the world. The 2 wars that are going on, there's no talk about termination, but we could make them reach a stage where they ask for a ceasefire, ask for termination of hostilities, and also we took a call as a nation to terminate those hostilities because our own objectives were met. I think this is something that the world needs to learn from us, and I have said this earlier also. കാലോചിതമായ മാറ്റങ്ങൾ യുദ്ധ സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതിന് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.